ഈ വലിയ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ ഒരു വീട് കെട്ടി നമ്മൾ താമസം തുടങ്ങുമ്പോൾ നമ്മളോടൊപ്പം അന്തേവാസികളായിട്ട് ഒരുപാട് ജീവികൾ നമ്മളോടൊപ്പമുണ്ട്. അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പല്ലികളുണ്ട്, പാറ്റയുണ്ട്, എലിയുണ്ട്, കൊതുകുണ്ട്, എല്ലാം നമ്മളോടൊപ്പം. പക്ഷേ നമ്മളതിനെ നിസ്സാരമായി കാണേണ്ട. നമ്മളോടൊപ്പം വളരെ രസകരമായി, സുഖമായിട്ട്, സമാധാനത്തോടെ, സ്വാതന്ത്ര്യത്തോടെയാണ് അവർ കഴിയുന്നത്. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ അവരും എണീക്കും. നമ്മൾ കിടന്നുറങ്ങാൻ പോകുമ്പം അത് ഉറങ്ങും. അതിന് ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്. അതിന് നമ്മളോടൊന്നും ആവലാതികൾ പറയുന്നില്ല. അവൾ വളരെ സന്തോഷത്തോടെയാണ് അവർ കഴിയുന്നത്. ഇതിനെയെല്ലാം വളരെ സന്തോഷത്തോടെ നമ്മുടേതാണ് എന്ന് കരുതുന്ന ഒരാളുണ്ട്. ഇതിലെ ഒരു കഥാപാത്രമാണ് ഫർഹാദ് എന്ന് പറയുന്ന ആൾ. ഈ കൊച്ചു ജീവികളെയൊക്കെ കാണുന്നുണ്ട് വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം നേരിടുന്നത്, അവരെ വെൽക്കം ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ വടിയെടുത്തെന്നിരിക്കും, അതിനെ ഓടിക്കാൻ ശ്രമിച്ചെന്നിരിക്കും, എലിയാണ് എലിപ്പത്തായം വെച്ച് പിടിക്കാൻ ശ്രമിച്ചെന്നിരിക്കും. പക്ഷേ ഫർഹാദ് അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമുക്ക് നോക്കാം. ഖർ कली जो खिलती नहीं आज जो खिली खिली सी थी। गिरगिट ने उसे सड़क पर कर आते दे तो मुस्कुराया है थी। हो तो हलो, छिपकली ने कहा। तुम यहाँ? गिरगिट ने गला फूलकर पिचका। तुम यहाँ से क्या मतलब है तुम्हारा? छिपकली बोली. എന്ന് പറഞ്ഞാൽ അന്ന് പല്ലി വളരെയധികം സന്തോഷത്തിലായിരുന്നു. പല്ലി എന്തെടുക്കുകയായിരുന്നു? റോഡ് മുറിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെയുള്ള പല്ലി ഓന്തിനെ കണ്ടു. ഓന്ത് ചോദിച്ചു, ഹലോ, നീ ഇവിടെ എന്താണ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഭിത്തിയിൽ താമസിക്കുന്ന നിനക്ക് ഇത്രയല്ലേ ഞാൻ വിളിച്ചുള്ളൂ. അപ്പോൾ ദീവാർ പർ രഹ്നെ വാലി സ്കോ സടക് പർ ദേഖ് കർ ഇത്തന തോ പൂച്ചാ ഹി ജാ സക്താ ഹോ. ഗിർഗിട്ടിനെ രംഗ് ബദൽ ഹുയെ കഹ. അപ്പം ഒന്ന് നിറം മാറിക്കൊണ്ട് പറഞ്ഞു, ഞാനിന്ന് വീട് മാറി. മേം ആജ് ഘർ ബാദൽ രഹി ഹും. ഞാനിന്ന് വീട് മാറുകയാണ്. ചുക്കലിനെ മുസ്കരായ ഹുയെ കഹ. തും ശ്രീമാൻ ഫർഹാദ് കോ തോ ജരൂർ ജാനത ഹോഗെ. നമുക്ക് ഈ ഫർഹാദിനെ അറിയാമോ എന്ന് ചോദിച്ചു. ശ്രീമാൻ ഫർഹാദിനെ അറിയാമോ? हाँ हाँ, पहले जब भी हम मिले तुमने उनका जिक्र किया है, क्या हुआ? उन्हें അയാൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം हुआ कुछ नहीं बुद्धू, वे जिस किराया वे कमरे में रहते थे अब नहीं रहते, उन्होंने अपना नया घर बना लिया. അതായത് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ഫൂളെ. ഇതുവരെ അദ്ദേഹം വാടക കെട്ടിടത്തിലായിരുന്നു. ഇപ്പോൾ ഇനി താമസിക്കാൻ പുതിയ വീട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പുതിയ വീട് നിർമ്മിച്ചിട്ടുണ്ട്. ചിക്വലീനെ കഹാ തോ തുമേം ഇസ്നെ ക്യാ. അപ്പം അതിന് നിനക്ക് അദ്ദേഹവുമായിട്ട് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ മേരാ ജീന ദുഫർ ഹോ ഗയാ ഹെ और तुम कह रहे हो तुम्हें इससे क्या? तुम कभी रहे होते उन्हें साथ उस किराए के कमरे में तो कुछ समझ पाते. कितने पहले से रहते थे हम. उनके पास किताबों की बड़ी बड़ी अलमारियाँ थी. അദ്ദേഹത്തിൻ്റെ അടുത്ത് പുസ്തകങ്ങൾ നിറഞ്ഞ ഒരുപാട് അലമാരികളുണ്ട്. ആ അലമാരിയുടെ മുന്നിലാണ് അദ്ദേഹം. വേ കിതാബോങ്കി ആകെ രഹസ്യ. അദ്ദേഹം പുസ്തകങ്ങളുടെ മുന്നിലാണ്. മേം കിതാബോങ്കി പീച്ചെ. പല്ലികൾ അങ്ങനെയല്ലേ, അതിൻ്റെ ബാക്കിലാണ് പോയിരിക്കുന്നത്. മേം കിത്തനി ഹി ബാർ ഉൻസെ കപടോങ്കി ഗലി മേം മിലി. വർത്തനം की गली में मिली, दराज मार्केट में मिले, स्टबिन में मिले, झाड़ू के नीचे मिली. हमेशा मुस्कुराए. मेरा तजुर्बा कहता है कि छिपकलियों के पीछे झाड़ू लेकर बैठे रहने वाले में से वो नहीं है. എന്താണ് ഈ പല്ലി പറഞ്ഞത്? അതിനെന്താണ് നീ ചോദിച്ചില്ലേ? കുറച്ചാൾ ഞാൻ നീ അദ്ദേഹത്തോടൊപ്പം താമസിച്ചിരുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിനക്കറിയാൻ കഴിഞ്ഞേനെ. ആ വീട്ടിൽ ഞങ്ങൾ അന്തസ്സായിട്ടാണ് ജീവിച്ചിരുന്നത്. അവിടെയൊക്കെ പുസ്തകങ്ങൾ നിറച്ച വലിയ അലമാരിയുണ്ട്. ആ പുസ്തകങ്ങൾക്ക് മുന്നിൽ അദ്ദേഹവും ഞാൻ പിന്നിലും താമസിച്ചിരുന്നു. എത്രയോ തവണ വസ്ത്രങ്ങളുടെ ഇടനാഴിയിൽ അദ്ദേഹത്തെ കണ്ടു, പാത്രങ്ങളുടെ ഇടനാഴിയിൽ കണ്ടു, വലിയ മാർക്കറ്റിൽ കണ്ടു. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമാണ് അദ്ദേഹത്തിന്. ആർക്ക്? ഫർഹാദിന്. ഹോ തോ ഹേ കുച്ച് ലോഗ് ഗിർഗിഷിനെ അബാസിലെത്ത ഹോയെ കഹ. കുറേ ആളുകൾ അങ്ങനെയാണെന്ന് കോട്ടുമായിട്ടുകൊണ്ട്
എന്തു പറഞ്ഞു. उनसे पहले मैं श्रीमती शांतिदास के साथ कुछ दिन रही थी. पूरी अशांतिदास थी. वे मुझे देखने ही चिल्लाती थी. हुई कि बम जाती है. उनकी कहती है, സുശാന്തി ജൽദി ആവോ ഇസെ മകാവോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് കുറച്ചാൾ ഞാൻ ശാന്തിദാസിൻ്റെ ഒപ്പം താമസിച്ചിരുന്നത്. എന്നെ ഓടിക്കാൻ വേണ്ടി അവർ അലറി വിളിക്കും, സുശാന്തി വേഗം വന്നു. എനിക്ക് അവർക്കൊപ്പം ഒരാഴ്ച പോലും താമസിക്കാനായില്ല. അപ്പം അവിടെ പല്ലി വരുന്നുണ്ട്, പിന്നെ ഓടി വന്നോ ഇതിനെ അടിച്ചു കൊല്ലാനൊക്കെയാണ് പറയുന്നത്. मैं उनके साथ एक सप्ताह नहीं टिक सकी, पर कहते हैं जो वास्तव में फला होता है उसे फले लोग ज़रूर मिलती है. फलस्वरूप मेरी ज़िंदगी में श्रीमान फरहाद आ ही गई. कहते हुए छिपकली के चेहरे पर वैसी ही आसीन शांति थी जैसी संगमरमर की मूर्तिमत हो जाती है. എന്ന് പറഞ്ഞാൽ എനിക്ക് അവർക്കൊപ്പം ഒരാഴ്ച പോലും താമസിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്, അവരെ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ഓടി നടക്കും. എൻ്റെ ജീവിതത്തിലേക്ക് ഫർഹാദ് ഈ സമയത്താണ് കടന്നു വന്നത്. അപ്പോൾ വേറൊരാൾ കടന്നു വന്നുകൊണ്ട് എനിക്ക് അവരുടെ ഒപ്പം താമസിക്കാൻ വേണ്ടി പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് ഈ പല്ലി ഫർഹാദിൻ്റെ ഒപ്പം കൂടിയത്. അപ്പം ഇയാൾ പറഞ്ഞു, ഓ ചിപ്പു, മേം തുമാരാ ദർദ് സമझ सकता है. कितनी दफ़ा में खुद ऐसे അനുഭവ में ज़रूर हूँ. ഗിർഗിട്ടിനെ കഹ. എന്ത് പറഞ്ഞു, എനിക്ക് നിൻ്റെ വേദനകൾ മനസ്സിലാകുന്നുണ്ട്, നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ആപ് മേരാ ഇറാദ് ശ്രീമാൻ ഫർഹാദ് के घर में ही बचा खुचा जीवन गुजराने का है. छिपकली ने एक ही वाक्य में ബാത്ചീത് സമാപ്തി करते हुए കഹ. ഏതാണ്ട് ഈ തീരുമാനമൊക്കെ നിൻ്റെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വിചാര അച്ഛാ ഹെ, നല്ല തീരുമാനമാണ്. അപ്പോൾ ഞാൻ വേറൊരിടത്തോട്ട് ഇങ്ങനെ ഫർഹാദിൻ്റെ കൂടെ കൂടി അത് ഒരു നല്ല ഒരു കാര്യമായിട്ട് തീർന്നു. ഗിർഗിട്ട് പോരാ. അച്ഛാ ഹെ ന വക്തി മിലേക്ക് തോ ആന കഭി कहते हैं. छिपकली ആകെ बढ़ गई. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കാണണം, നമുക്ക് ഒരുമിച്ച് സംസാരിക്കണം ഇതുപോലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും സലാം പറഞ്ഞ് പിരിഞ്ഞു. ज़रूर ज़रूर मुझे तुमसे मिलने आना अच्छा ही लगेगा. हाथ चलाते हुए गिरगिट छिपकली को जाते देखता रहा. ഓന്ത് ഈ പല്ലി പോകുന്നത് നോക്കി കൈവീശി കാണിച്ചുകൊണ്ട് വന്നു. छिपकली എന്ത് ചെയ്തു, छिपकली नीम सराय के मकान नंबर के पेट पर पहुँचे दीवार पर चढ़ी. सुनो. അപ്പോൾ ചുക്കലി എന്ത് ചെയ്തു, പല്ലി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുക്കലി എന്ന് പറഞ്ഞാൽ പല്ലി എന്ന് എവിടെ ചെന്നു, നീം എന്ന് പറഞ്ഞാൽ ഇത് വേപ്പ് മരച്ചുവട്ടിലെ 205 റൂമിൻ്റെ വീടിൻ്റെ ഗേറ്റിലെത്തിയിട്ട് ഭിത്തിയിലോട്ട് കയറിപ്പോയി. അങ്ങനെയല്ലേ, അല്ലാതെ വീട് തുറന്ന് അകത്തോട്ട് കയറുകയല്ല ചെയ്ത്, ഈ गेटलेती भित्ती बढ़ियाण में लौट गया। छिपकली ने चारों ओर नज़र जुमाकर देखा कि आवाज़ किसकर से आई और ऊपर इधर कोनों में മുകളിൽ ഈ മൂലയിൽ എന്നൊക്കെ എന്താണ് എന്ന് ചോദിച്ചു. छिपकलीने कोने में देखते हुए कहा, मैं तो सोचती थी नए घर में मैं ही सबसे पहले पहुँच रही हूँ, तुम कब पहुँची. അപ്പോൾ അവിടെ കണ്ടൊരു ശബ്ദം കേട്ടു മേളിൽ. അപ്പോൾ ആ ശബ്ദം കേട്ടുകൊണ്ട് പല്ലി മേളിലോട്ട് നോക്കിയപ്പോൾ അവിടെ ആരിയിരിക്കുന്നു. മേനെ കൽഹി ശ്രേഷ്ഠ കിയാ ഹേ, മക്കടീനെ കഹ. അപ്പം മക്കടി ഉണ്ട് അവിടെ, അവരുടെ ഈ 8 കാലി ചിലന്തി എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പം എപ്പോൾ വന്നു എന്ന് പല്ലി ചോദിച്ചു. ഞാൻ ഇന്നലെ എത്തി എന്ന് പറഞ്ഞു. നമ്മൾ ഓരോരുത്തരെ കാണുന്നതിനെ ചോദിക്കത്തില്ലേ എപ്പോൾ വന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ചിലന്തി. തോ അവർ കോൻ ഹേ യഹാ, ചുക്കലീനെ പൂച്ച. നിന്നെ കൂടെ വേറെ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു. 10-15 മഖിയാം ഓർ സൗക്കെ ആസ്പാസ് മച്ഛറ, മക്കടീനെ ബത്തായ. 10-12 ഈച്ചയുണ്ട്, പിന്നെ 100-നടുത്ത് കൊതുകുകളും ഉണ്ട്, ചിലന്തി പറഞ്ഞു. ഹായ്. ചുക്കലീനെ മഖി മച്ഛരി കി ഓർ ഹാത്ത് ഹിലായ ഹുയെ കഹ. പല്ലി അവർക്ക് നേരെ കൈ വീശി കാണിച്ചു. അപ്പോഴത്തേക്ക് എന്ത് വന്നു, ഹാ ഹോ ഹി ഹോ
मक्खी मच्छरों ने कुछ खबरें से हंसी हंसे हुए जवाब दिया और वही मुहावरा दोहराया है, इंसानों में घासा प्रचलित, हम जहाँ जाना चाहते हैं हमारी बदकिस्मती हमसे पहले वहाँ പहुഞ്ച് ജാത്തി ഹെ. അപ്പോഴത്തേക്ക് ഹോ ഹുയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊതുകുകൾ വന്നു, ഈച്ചകൾ വന്നു, അതൊക്കെ പേടിച്ച പോലെ നിന്നു. നമുക്ക് മുന്നേ ദൗർഭാഗ്യം കൊണ്ട് ചിലരൊക്കെ ഇവിടെ എത്താറുണ്ട് എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. അത് ആര് പറഞ്ഞു? പല്ലി പറഞ്ഞു. അപ്പം കൊതുകുകൾ കേൾക്കാനായി പല്ലി ചിലന്തിയോട് പറഞ്ഞാണിത്. ചിലർ ഇങ്ങനെ എത്താറുണ്ടെന്ന്. छिपकली ने जाने कैसे सुन लिया, मच्छरों को सुनाए हुए मकड़ी में से कहने लगी, कुछ लोग खुद तो लोगों का खून की पिए और दूसरों की चाहे कि वे शाकाहारी रहे बारे ज़माने. എന്ന് പറഞ്ഞാൽ എന്താണ്? കൊതുകുകൾ കേൾക്കാനായിട്ട് പല്ലി ചിലന്തിയോട് പറഞ്ഞു, ചിലരൊക്കെ മറ്റുള്ളവരെ രക്തം കുടിച്ച് അങ്ങനെ വീർത്ത് നടക്കും, എന്നിട്ട് പറയും എല്ലാവരും സസ്യഭുക്കായിക്കോളാം പറയും. അങ്ങനെ പറഞ്ഞ് ഒന്ന് ഇരുത്തി, നമ്മൾ പറയത്തില്ല, ഒന്ന് കളിയാക്കി. नए मकान की नई सफ़ेद एक दीवार में सुदाई की पपड़ी में से ज़र निकालते हुए काली चींटी ने कहा, आप लोग इतनी तेज़ आवाज़ में बात कर रहे हो कि मेरे बच्चे सोने के बजाय करवट बदल रहे हैं. അപ്പോൾ ഈ പുതിയ കെട്ടിടത്തിൻ്റെ തിളങ്ങുന്ന ഒരു വെള്ള പൂശിയ ആ ഒരു പ്രത്യേക സ്ഥലം ചുമരിന്ന് അവിടെ ഒരു ഭാഗം ഒരു ഹോളുണ്ട്. അവിടുന്ന് ഒരു തല പൊക്കിക്കൊണ്ട് ഒരു ഉറുമ്പ് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഉറക്ക കിടന്നുകൊണ്ട് വിളിച്ചു പോകുന്നതുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് എൻ്റെ കൊച്ചുങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഓ സാഫ് കർനാം. ചുകലി ने मकड़ी की तरफ सवारी आँखें से देखते हुए कहा. ക്ഷമിക്കണം എന്ന് പല്ലി പറഞ്ഞു. അപ്പം മറ്റേ ആൾ, പതാ നഹി കബ് സെ രഹ് രഹി ഹെ മേൻ ഭി പദരി ബാർ ഹി ദേഖ് രഹി ഹും മകടിനെ ഫുസ്ഫുസാസെ ഹുയെ കഹ. എന്ന് മുതലേ നിങ്ങളൊക്കെ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല എന്ന് ചിലന്തി പറഞ്ഞു. ചായ അപ്പോൾ പതാ നഹി അത് പറഞ്ഞല്ലോ, ചായ തയ്യാർ ഹെ ഔർ മേ പടോസി ഹോനെ കെ नाते पहली मुलाकात के मौके पर आप दोनों को एक साथ बुला रही हूँ, തത്തയ്യ ബോലി. അപ്പം ചായ തയ്യാറായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു. അതാരാണ്? അയൽവാസിയായ കടന്നലാണ് വീട്ടിലോട്ട് വന്നത്. അപ്പം मकड़ी और छिपकली को खिड़की के पर्दे के पीछे ततैया के यहम आकर अच्छा ही लगा. അപ്പം അങ്ങനെ കടന്നൽ വന്ന് പറഞ്ഞപ്പം ഇത്രയും ആൾക്കാരാണല്ലോ അവിടെ താമസിക്കുന്നത് നമ്മൾ കണ്ടിടത്തോളം. ആരെ? പല്ലിയുണ്ട്, പിന്നെ കടന്നലുണ്ട്, പിന്നെ ഉറുമ്പിൻ്റെ കാര്യം ഇപ്പോൾ കേട്ടു, പിന്നെ മറ്റേ ആൾവിടുണ്ട്. അവർ കോൻ ഹേ യഹാം. അപ്പം ഈ മക്കടി ഇവർ താമസിക്കുന്നത് ജനലിന് പിറകിലുള്ള കടന്നലിൻ്റെ വീട്ടിലോട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ പോയി അവിടെ ചെന്ന് ചിലന്തിയും ഇതിലൂടെ പല്ലിയും കൂടെ ചെന്നു. ഇവിടെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് പല്ലി ചോദിച്ചു. അപ്പം അവർ കോൻ ഹേ എന്ന് ചോദിച്ചു. ജാദാതർ തേ തും മിലി ചുക്കി ഹേ. അതായത് ഒരു എലിയും കൂടെ ഉണ്ട്. ഇൻകെ അലാവ ഏക് തോ ചൂഹ ഹേ ലേക്കിൻ ഓ പൂരെ സമയം നഹി രഹ്ത ഹേ. എല്ലാ സമയമൊന്നും അതിവിടെ കാണത്തില്ല. ആത്താ ജാത്താ രഹ്ത ഹേ. വന്നും പോയി അങ്ങനെ ഇരിക്കും. കഭി കഭി ഏക് ദോ तीन दिन के लिए गायब ही हो जाता है. ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷമാകും, ഇടയ്ക്ക് ചാടി വരും, അങ്ങനെയുള്ളൂ. ക്യാ കർണ ഹെ വാഹ്. എന്ത് ജോലിയാണത് ചെയ്യുന്നത്? സുനാ ഹെ പത്രകാർ ഹെ. ഒരു പത്രക്കാരനാണ്. തഭി അപ്പോൾ उसके अलावा कोई और नहीं और कोई भी नहीं है. चिड़िया भी जाती है वैसे दिन में, लेकिन शाम को चली जाती है. एक गिलहरी है, वो बाहर रहती है. अंदर रहने वाले केवल हम ही हो. എന്ന് പറഞ്ഞാൽ പുറത്ത് പിന്നെ പക്ഷികളുണ്ട്, വേറെ ആരും ഇല്ല. പിന്നെ കുറേ പക്ഷികളും കൂടെ ഉണ്ട്, അവരെ പുറത്താണ് താമസിക്കുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ അകത്ത് താമസിക്കുന്നത്. പക്ഷികളാണെന്നുണ്ടെങ്കിൽ അത് പുറത്ത് അങ്ങനെ ശബ്ദം വെച്ച് അങ്ങനെ നടക്കും, ഭക്ഷണത്തിന് പോകും, അങ്ങനെയൊക്കെയാണ് നിൽക്കും.
और श्रीमान फरहाद छिपकली ने ततैया और मकड़ी दोनों की ओर देखते हुए पूछा. എന്ത് ചോദിച്ചേ? പത്രക്കാരനാണെന്ന് തോന്നുന്നു. അപ്പോൾ അവനെ കൂടെ വേറെ ആരുമില്ല, പക്ഷികളുടെ കാര്യം പറഞ്ഞു. ഉള്ളിൽ താമസിക്കുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം ഫർഹാദിൻ്റെ കാര്യത്തെക്കുറിച്ച് ഉള്ള പരാമർശം ഉണ്ടാവും. ഓർ ശ്രീമാൻ ഫർഹാദ്. ഫർഹാദ് ആരാണ് എന്ന് ചോദിച്ചു. ചിക്കലിനെ തത്തയ്യ ഓർ മക്കടി ദോനോങ്കി ഓർ ദേഖിനെ ഹുയെ പൂച്ച. അപ്പം ക്യാ തും ഉൻകി बात कर रही है जो शरीर पर से एक तरह के कपड़ा उतार कर दूसरी तरह के कपड़े पहनने रहते हैं. ഈ വേറെ വസ്ത്രം മാറി വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ആളാണോ, ആളുടെ കാര്യമാണോ എന്ന് ചോദിക്കുന്നത്. पर वो तो केवल रात में रहने के लिए यहाँ आते हैं. उसने भी ज़्यादातर समय हो गए रहते हैं. थोड़ी देर के लिए जाते हैं तो किताब उठाकर पढ़ते लिखने जाते हैं. सच पूछे तो वे बहुत थोड़ी सी जगह लेते हैं. इस मकान में हमारी तरह दीवारों, खिड़कियों या छत से उनका घास लेना देना नहीं है, ततैया ने कहा. അപ്പം അദ്ദേഹം രാത്രിയിലേ വരാറുള്ളൂ. കൂടുതൽ സമയം അദ്ദേഹം ഉറക്കമാണ്. പിന്നെ ഉണർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പുസ്തക വായന തന്നെ. അദ്ദേഹത്തിന് ഭിത്തിയുമായോ മേൽക്കൂരയുമായോ യാതൊരു ബന്ധമില്ലെന്ന് കടന്നിൽ പറഞ്ഞു. തത്തയ്യ പറഞ്ഞു. ചായയ്ക്ക് ശേഷം ഓരോരുത്തരും അവരവരുടെ താമസ സ്ഥലത്തേക്ക് പോയി. घास या उनका तो कुछ भी लेना देना नहीं है. मकड़ी को बहुत कम समय है ही यह बात समझ आ गई थी, इसलिए जोर जाकर बोली. चाय के बाद अपने अपने ठिकानों की और रेख करने से पहले मकड़ी, छिपकली और ततैया ने एक दूसरे को अपने अपने पते बताए. എല്ലാവരും കാപ്പി കഴിഞ്ഞ് അവരവരുടെ താമസ സ്ഥലത്തേക്ക് പോയി. देर रात श्रीमान फरहाद आए. उन्होंने 2 कमरे, किचन और वरामदे वाले अपने नए मकान में हर जगह की लाइट जलाई എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചായയ്ക്ക് ശേഷം ഓരോരുത്തരും വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഓരോ ലൈറ്റുകൾ ഇടാൻ തുടങ്ങി. അവിടെ രാത്രി ശ്രീമാൻ ഫർഹാദ് ആയ ഉന്നോനെ കമരെ ഓരോ മുറിയിലെ, കിച്ചണിലെ, അങ്ങനെയുള്ള വരാന്തയിലെ ഒക്കെ ലൈറ്റുകളിട്ടു. അങ്ങനെ ഓരോ മുറികളെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോയി. കൊതുകുവല വിരിച്ചിട്ട് അദ്ദേഹം കിടന്നുറങ്ങാൻ പോയി. सोते ही उन्हें सपने आना शुरू हो जाते हैं. उनके सपने में चल रहा था कि बुखारी में रखी पुरानी भटकी के पास छिपकली ने अंडे दिए हैं. ഉറക്കത്തിൽ അദ്ദേഹം സ്വപ്നം കണ്ടത് എന്താണ്? നെരിപ്പോടിനടുത്തുള്ള ഒരു പഴയ മൺപാത്രത്തിനടുത്ത് പല്ലി മുട്ടകളിടുന്നത് അദ്ദേഹം കണ്ടു. कमरों के पीछे गैरी के कोने से मकड़ी के बहुत बड़ा जाला तैयार कर किया, जिसमें कुछ मक्खियाँ मुखाई हुई है. फरहाद उस जाले का फोटो मिलकर क्लिक कर रहे हैं. वे बहुत खुश है कि नए घर में उनका परिवार बढ़ रहा है और सभी खुश है എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. കാരണം അദ്ദേഹം കണ്ടത് മൺപാത്രത്തിനടുത്ത് പല്ലി മുട്ടകളിടുന്നത് കണ്ടു. പിന്നെ മുട്ടകളുടെ പിറകിൽ ഗ്യാലറിയുടെ അടുത്തായിട്ട് ചിലന്തി വലകൾ നെയ്യുന്നത് കണ്ടു. ആ വലയിൽ കുറേ ഈച്ചകൾ കിടക്കുന്നത് കണ്ടു. ഫർഹാദ് വലയുടെ ഫോട്ടോ എടുക്കുന്നതായിട്ടാണ് ഇങ്ങനെ കണ്ടത്. പുതിയ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം വലുതായി വരുന്നത് ഓർത്ത് അദ്ദേഹം ഉള്ളിൽ ഭയങ്കരമായ സന്തോഷമുണ്ട്. എല്ലാവർക്കും സന്തോഷമാണല്ലോ എന്ന് കരുതി ഫർഹാദിന് വളരെയധികം ആനന്ദം തോന്നി. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്രയും നമ്മളിപ്പോൾ പറഞ്ഞ അത്രയും ആൾക്കാർ അവിടെ ഉണ്ട്. വേ സബ്നെ देखने देखते ही जग जाते हैं. सुबह जागे, पलंग के नीचे रखी चप्पलों में पैर दिए तो उन्हें गुदगुदी हुई. उन्होंने देखा कि 3 नई बैठकियाँ चप्पल पर एक दूसरे से सटी बैठी है.
രാവിലെ എണീറ്റ് എന്നാൽ ചെരുപ്പിടാം എന്ന് വിചാരിച്ചുകൊണ്ട് ചെരുപ്പിനകത്തോട്ട് കാലങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ എന്ത് കണ്ടു? 3 കുഞ്ഞു തവളകൾ ഒന്നിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ഉन्होंने चप्पल को ആസ്തേക്ക് ഉഠായ. അപ്പോൾ അയാൾക്ക് കാലങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊരു ഒരിക്കിളി തോന്നി. അതിനെ അങ്ങോട്ട് തൊടാൻ തുടങ്ങി. കാലിൻ്റെ വിരൽ തൊട്ടപ്പോഴത്തേക്ക് തന്നെ तीनों में मेढकों को दूसरे हाथ की हथेली पर ले लिया. उनकी हथेली पर वे किसी तौर पंखुड़ियों वाले हरे फूल की तरह लग रही है. वह कुछ देर उन्हें हथेली पर लिए बाहर हवा में टहलने लगी. वे जब तक टहलते रहे जब तक कि वे तीनों एक एक कर न गई. രാവിലെ സ്വപ്നം കണ്ടുകൊണ്ട് അദ്ദേഹം എണീറ്റപ്പോൾ ചെരുപ്പിനുള്ളിലേക്ക് കാലിട്ടപ്പോൾ ഇക്കിളി തോന്നി. അപ്പോൾ 3 ചെറിയ പെൺതവളകളെ കണ്ടു, ചെരുപ്പിനുള്ളിൽ കണ്ടു. ആ തവളകൾ കയ്യിലേക്ക് അദ്ദേഹം ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് മാറ്റി വെച്ചു. അത് പതുക്കെ ചാടി വെളിയിലേക്ക് ഇറങ്ങി വായുവിൽ അല്ലെങ്കിൽ താഴെ അങ്ങനെ ചാടി നടക്കാൻ തുടങ്ങി. അത് കണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഫർഹാദ് പുഞ്ചിരിച്ചു. जब वे घर में खेलने लगी वे आईने के सामने खड़े होकर मुस्कुराने लगे. കണ്ണാടിയിൽ നോക്കി അദ്ദേഹം പുഞ്ചിരിച്ചു. तभी उन्हें सामने में छिपकली देखी. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ മുകളിലിരിക്കുന്ന കണ്ടു. ആരാണ്? നമ്മുടെ छिपकली, പല്ലി ഇരിക്കുന്ന കണ്ടു. नए घर में उन दिनों की यह पहली मुलाकात थी. അത് ഫർഹാദ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ പല്ലിയെ കണ്ടു. പുതിയ വീട്ടിൽ ഫർഹാദിൻ്റെയും പല്ലിയുടെയും ആദ്യ കൂടിക്കാഴ്ച. എത്രയോ കാലമായിട്ട് ഇവരെല്ലാം കൂടെ ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. പുതിയ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇനി ആരുമില്ലയോ എന്ന് കരുതി ഫർഹാദ് ഒന്ന് വിഷമിച്ചായിരുന്നു. പക്ഷേ നോക്കിയപ്പോൾ എല്ലാ ആൾക്കാരും അവിടെ ഇരിപ്പുണ്ട്. പല്ലിയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ ബാക്കി കടന്നലുകളുണ്ട്, കൊതുകുകളുണ്ട്, എല്ലാ അന്തേവാസികളും എത്തിയിട്ടുണ്ട് ഫർഹാദിൻ്റെ ഒപ്പം താമസിക്കാൻ. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ അവരെയെല്ലാം വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെയാണ് കരുതുന്നത്. ഇത്രയേ ഉള്ളൂ ഈ കഥ. നമുക്ക് ഇതിനകത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിൻ്റേതായ പ്രത്യേക ഒരു ഭാഗം പിന്നീട് അവതരിപ്പിക്കാം. അടുത്തൊരു പാഠവുമായി എത്താം. താങ്ക് യു.